നമസ്കാരം, ഞാൻ സാജിറ്റ് ബേഴ്സിലെ കുമാരനാണ്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ചടച്ചിയെ പറ്റിയിട്ടാണ്. ചടച്ചി ഫോറസ്റ്റിൽ ഉന്നം എന്ന് പറയും, ചില പ്രദേശങ്ങളിൽ ചടച്ചിൽ എന്ന് പറയും. ഇത് നേരത്തെ പറഞ്ഞ പോലെ വെന്തേക്ക്, ചടച്ചി, കുന്തിവാക ഇതൊക്കെ ഏകദേശം ഒരേപോലെയുള്ള ഫാമിലിയാണ്. ഹാർഡ്വുഡാണ്. സാധാരണക്കാരന് വീട്ടിലെ എല്ലാ കട്ട്ള ജനലേക്ക് ഉപയോഗിക്കൽ കുറവാണ്. മറ്റുള്ള എല്ലാ ഉപയോഗങ്ങൾക്കും എടുക്കാവുന്ന തടിയാണ്. അധികം കോസ്റ്റ്ലി അല്ല. ഇതിൻ്റെ കളർ ഏകദേശം തേക്കിനോട് സാമ്യമുള്ള കളറാണ്. അത് മാത്രമല്ല അതിന് ഡിസൈൻ ഉണ്ട്, ഗ്രെയിൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം സാധാരണക്കാർ ഇത് ധാരാളം ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല ഇത് വണ്ടികൾ, ബസ്സുകൾ പണിയാനും വണ്ടികളിലെ ബോഡികൾ പണിയാനൊക്കെ ഉപയോഗിക്കുന്ന മരമാണ് ചടച്ചി. മാത്രമല്ല ഇത് ഒടിയില്ല. ഈ മരത്തിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മുൻകാലങ്ങളിൽ നമ്മൾ ഈസി ചെയർ, വീടുകളിലൊക്കെ ഈസി ചെയർ ഒക്കെ ഉണ്ടാക്കാൻ ഈ മരമാണ് ഉപയോഗിക്കുക. കസേരകൾ ഉണ്ടാക്കാൻ ഇതാണ് ഉപയോഗിക്കുക. ഒടിയാത്ത മരമാണ്. മറ്റൊരു പ്രധാന ഉപയോഗം ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ നിലത്ത് വിരിക്കാൻ. അത് ഒടിയാത്തത് കൊണ്ടും ചെതൽ പിടിക്കാത്തത് കൊണ്ടും ഫ്ലോറിങ്ങിന് നല്ല മരമാണ്. നല്ല ചീപ്പ് ആണല്ലോ, പിന്നെ വിലയും കുറവല്ലേ. അതുകൊണ്ട് ധാരാളം ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ബാഡ്മിൻ്റൻ്റെ ഇൻഡോർ കോർട്ട്, ഇവിടെ ചേർപ്പിലുള്ള ബാഡ്മിൻ്റൺ കോർട്ട് ഒക്കെ ചടച്ചിയാണ്. 10-20 വർഷമായിട്ടുണ്ട് അത് ഫ്ലോറിങ് ചെയ്തിട്ട്. ഇതേവരെ ഒരു തകരാറുമില്ല. ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാൻ ബെസ്റ്റാണ്. ഇൻഡോർ കോർട്ടുകളുടെയൊക്കെ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാൻ വളരെ ചീപ്പും ലോങ് ലൈഫുള്ള മരമാണ് ചടച്ചി. ഇതിനൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ തടിയായിട്ട് എടുക്കുമ്പോൾ ഈ പേര് പോലെ തന്നെയാണ്, നല്ല റൗണ്ടായിട്ടുള്ള തടി കാണാൻ വിഷമമാണ്. ചാനലുണ്ടോ ആ പേര് പോലെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ തടിയെടുത്ത് ഉരുപ്പടിയാക്കി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വളരെ കുറവേ കിട്ടുള്ളൂ. ഔട്ടേൺ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ചടച്ചിക്ക് വെള്ളമുണ്ടാവും, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയാണ് ചടച്ചിയെ പറ്റിയിട്ട് പറയാനുള്ളത്.